മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പേട്രിയറ്റ് റിലീസിനൊരുങ്ങുകയാണ്. ഏറെ സവിശേഷതകളുള്ള ചിത്രമാണിത്. അതിൽ പ്രധാനപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചെത്തുന്നു എന്നത് തന്നെ. സിനിമ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇവരുടെ ക്യാരക്ടറുകളെയും സ്ക്രീൻ ടൈമിനെയും ചുറ്റിപ്പറ്റിയാണ് ഫാൻസിനിടയിൽ സംസാരം. പടം മാസാണോ പക്കാ കൊമേഴ്ഷ്യലാണോ എന്നിങ്ങനെ ചോദിക്കുന്നവരെയും ഓൺലൈൻ ഇടങ്ങളിൽ കാണാം. ഈ സംശയങ്ങൾക്കെല്ലാം പല വേദികളിൽ മഹേഷ് നാരായണൻ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. സർപ്രൈസുകളും ഫാൻ മൊമെന്റുകളും പടത്തിൽ ഉണ്ടാകുമെന്ന് ആരാധകർക്ക് സംവിധായകൻ ഉറപ്പു നൽകുന്നു. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പ്രമേയമാണ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിലെ താരമെന്നും മഹേഷും അഭിനേതാക്കളും പറഞ്ഞുറപ്പിക്കുന്നു. പേട്രിയറ്റ് ഒരു നടന്ന കഥയല്ലെന്നും നടക്കുന്ന കഥയല്ലെന്നും ഇത് നടക്കാൻ പാടില്ലാത്ത കഥയാണെന്നുമാണ് മമ്മൂട്ടി പറയുന്നത്. പക്ഷേ ട്രെയിലറും മനുഷ്യൻ എന്ന പാട്ടും ചില നടന്ന സംഭവങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ ചില സാമ്യതകൾ. എന്താണ് ആ സംഭവം? എന്താകും ഈ സിനിമയുടെ കഥാപരിസരം? പേട്രിയറ്റ് പറയുന്നത് സർവൈലൻസ് സ്റ്റേറ്റിനെ പറ്റിയാണെന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ സൂചിപ്പിക്കുന്നത്. അൽഗോരിതത്തിലൂടെയും ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെയും ജനങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ എവിടെയൊക്കെയോ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാം കാണുന്ന ബിഗ് ബ്രദറിന്റെ നോട്ടം പോലെ. ജോർജ് ഓർവെലിന്റെ 1984 എന്ന വിഖ്യാത നോവലിലേക്ക് ട്രെയിലർ വാതിൽ തുറന്നിടുന്നത് ഇവിടെയാണ്. 1984 പുറത്തിറങ്ങിയിട്ട് 76 വർഷമായി. ഇന്നും ഓർവെലിന്റെ ഈ രചന ചർച്ച ചെയ്യപ്പെടുന്നു. ഓരോ വാക്കും നിരീക്ഷിക്കുന്ന, അസ്വീകാര്യമായ ആശയങ്ങളെ നീക്കം ചെയ്യുന്ന, ചരിത്രം തിരുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു സർവൈലൻസ് സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട് ഈ നോവൽ. ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നതും ഇതിൽ കാണാം. മനുഷ്യൻ എന്ന പാട്ടിലെ മമ്മൂട്ടിയുടെ മോണലോഗും ഇതുതന്നെയാണ് പറയുന്നത്. ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രത്തെ കോർപ്പറേറ്റുകളെയും സ്റ്റേറ്റിനെയും ഭയക്കാത്ത ശബ്ദമായാണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു വിമത സ്വരം. ഡിസന്റ് ഈസ് പേട്രിയോട്ടിക് എന്ന ടാഗ്ലൈനും ഇതാണ് പറയുന്നത്. വിസിൽ ബ്ലോവർ എഡ്വേർഡ് സ്നോഡന്റെ ഛായ എവിടെയൊക്കെയോ ഈ കഥാപാത്രത്തിൽ കാണാം. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്ന യുഎസിന്റെ സർവൈലൻസ് പ്രോഗ്രാം തുറന്നു കാട്ടിയ അതേ സ്നോഡൻ തന്നെ. മുൻ CIA ഉദ്യോഗസ്ഥൻ, യുഎസിന്റെ മുൻ ദേശീയ സുരക്ഷാ ഏജൻസി കോൺട്രാക്ടർ. ഇവിടെ മമ്മൂട്ടി കഥാപാത്രത്തിനും ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നമുക്ക് കാണാം. അയാളൊരു വിസിൽ ബ്ലോവർ ആകുന്നതായും US ഭരണകൂടത്തിനെതിരെ നിന്ന സ്നോഡനെ ട്രംപ് വിളിച്ചത് ചാരൻ എന്നാണ്. അതേ വിളി ഡാനിയൽ ജെയിംസും കേൾക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ. പേട്രിയറ്റ് ഓർ ട്രൈറ്റർ. പെരിസ്കോപ്പ് എന്നൊരു സർക്കാർ പ്രോഗ്രാമിനെ പറ്റിയും പല ആവർത്തി പറയുന്നുണ്ട് ട്രെയിലർ. ഇതൊരു ചാര സോഫ്റ്റ്വെയർ ആകാം. ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന സ്റ്റേറ്റിന്റെ നിരീക്ഷണ കണ്ണ്. ഇതെങ്ങനെയോ ശക്തി സൊല്യൂഷൻസ് എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ കൈകളിലേക്ക് എത്തുന്നു. ജനങ്ങളുടെ അശ്രദ്ധയെ മുതലാക്കി അവരുടെ ഫോണിലേക്ക് ഈ സ്പൈവെയറിനെ അവർ സ്ഥാപിക്കുന്നു. അതുവഴി മൊബൈലുകളെയും ലാപ്ടോപ്പുകളെയും 24/7 നിരീക്ഷണ ഉപകരണങ്ങളാക്കുന്നു. ക്യാമറയിലൂടെ നിരവധി പേരെ രഹസ്യമായി ഷൂട്ട് ചെയ്യുന്നു. ഫോട്ടോകൾ ശേഖരിക്കുന്നു. കോളുകൾ റെക്കോർഡ് ചെയ്യുന്നു. അവരുടെ സന്ദേശങ്ങൾ ചോർത്തുന്നു. ഇതാകാം സിനിമ മുന്നോട്ട് വെക്കുന്ന ഭീഷണി. ഈ ഭീഷണിക്കെതിരെ ഒരു വിമത ശബ്ദം ഉയരുന്നു. ഡോക്ടർ ഡാനിയൽ ജെയിംസ്. അയാളെ വേട്ടയാടാൻ കോർപ്പറേറ്റും സർക്കാർ സംവിധാനവും അരയും തലയും മുറുക്കിയിറങ്ങുന്നു. ഇവിടെ അയാൾക്ക് തുണയായി അയാളുടെ സുഹൃത്ത് കേണൽ റഹീം നായിക്ക് എത്തുന്നിടത്ത് പേട്രിയറ്റ് കാണികളെ കോരിത്തെരിപ്പിക്കും എന്ന കാര്യം ഉറപ്പ്. ഇത്രയും കാര്യങ്ങൾ സിനിമയുടെ ട്രെയിലർ വ്യക്തമായി കാണികളോട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ പെരിസ്കോപ്പിന് ഇസ്രായേൽ കമ്പനിയായ NSO വികസിപ്പിച്ച ചാര സോഫ്റ്റ്വെയർ പെഗാസസുമായി സാമ്യതകൾ ഏറെയാണ്. ഈ സോഫ്റ്റ്വെയർ ഒരു ചാവേറാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി വിവരങ്ങളെല്ലാം ചോർത്തിയ ശേഷം സ്വയം മരണം വരിക്കുന്ന ചാവേർ. രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ 100-ലേറെ പേരുടെ ഫോണിൽ പെഗാസസ് അറ്റാക്ക് നടന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. തങ്ങൾക്കിതിൽ പങ്കില്ലെന്നും സർക്കാരുകൾക്ക് വേണ്ടി സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനി മാത്രമാണ് തങ്ങളെന്നുമായിരുന്നു ഇതിൽ NSOയുടെ പ്രതികരണം. വിഷയം സുപ്രീം കോടതി വരെ എത്തി. 2025 ഏപ്രിൽ 29 ഹർജി പരിഗണിച്ച പരമോന്നത കോടതി ദേശവിരുദ്ധ ഘടകങ്ങൾക്കെതിരെ സർക്കാർ പെഗാസസ് ഉപയോഗിച്ചതിൽ എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത്. ഈ കേസിൽ ഇതുവരെ അന്തിമ വിധി വന്നിട്ടില്ല. ഇങ്ങനെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ നിരവധി സംഭവങ്ങൾ പേട്രിയറ്റ് ട്രെയിലറിന്റെ അടരുകളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. ഹൈ ഒക്ടേൻ ആക്ഷനോടെ ഒരു സ്പൈ ത്രില്ലറിന് വേണ്ട വേഗതയോടെയാണ് മഹേഷ് നാരായണൻ ഈ വിമത ശബ്ദത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ ബോക്സ് ഓഫീസിൽ പേട്രിയറ്റിനെ പിടിച്ചുകെട്ടാൻ ആർക്കും പറ്റില്ല. പിന്നെ കളക്ഷൻ, ഇത് അവർ ഒന്നിക്കുന്ന ചിത്രമാണ്, പിന്നെ പറയണ്ടല്ലോ.